ഹലോ ഹലോ കാറ്റാടിയാണോ ഹലോ കാറ്റാടിയാണോ ഹലോ ഹലോ കാറ്റാടിയാണോ ബ്രോ? എടാ ആ വണ്ടി ഒന്ന് ഇടിച്ച് മാറ്റാ, സേഫ് സോണിൽ കേറ്റിപ്പിക്കല്ലേ അവനെ. വണ്ടി ഒന്ന് ഇടിച്ച് സേഫ് സോണിൽ വെളിയിൽ ഇറക്കി വീരന്റെ. എന്തൊരു കത്തലാണ് അത്. നല്ലൊരു തീരുമാനം. ഒബ്സർവേറ്ററി ഹലോ ഹലോ കാറ്റാടിയാണോ ഹലോ സൂ30 അതല്ലേ ബ്രോയുടെ പേരെന്താ? എന്റെ പേര് ട്രേക്ക്. നീ എത്ര നാളായി കണ്ടിട്ട്? തന്നെ വാ, സംസാരിച്ച് പറഞ്ഞ ഇരിക്കത്തില്ല. എവിടം വരെ പോണേ? സൂപ്പുവാന്നോ? എനിക്ക് മറ്റേ ഇത് കിട്ടും. ഏത് കിട്ടും? ഇല്ലെങ്കിൽ എനിക്ക് മറ്റേ ഇത് കിട്ടും, കിക്കാവൂലേ? ഒന്നും പറഞ്ഞൊക്കെ ഇരിക്കുക. എന്താണ് നിങ്ങളുടെ സിറ്റി എത്തിയില്ല. നിക്കല്ലോ കത്തില്ല. അതെ അതെ നമുക്ക് പോവാം. ഓരോ നിമിഷം പേര് പറ്റും. ഞാൻ വണ്ടി ഓടിക്കുന്ന അസീമ. കൂടെയുള്ളന്റെ പേരെങ്കിലും അതിൽ പോയി തലച്ചോറാണോ? സൂ30 എന്നാ പറയാറ്. ഒന്ന് വണ്ടി മാറിക്കോ. കാറ്റാടിയാണ് കുറച്ചും കൂടെ ബെറ്റർ. നിങ്ങളെങ്ങനെ കാറ്റത്താടുവോ? സൂ30 വേറെ നടന്നു. നമ്മള് വണ്ടി മാറില്ല. എന്താണ് ബ്രോ? നമ്മളിത് കാണിച്ചില്ല. ഇവിടെ പുറത്തേക്കല്ലേ? എന്താണ് ബ്രോ ഇത്? ഒന്നുമില്ലടാ, പറയല്ല. ഒന്നും പറയണ്ട ബ്രോ, ഒന്നും പറയണ്ട. പൊട്ടന്മാര് പറയണ നമ്മളെല്ലാം കേൾക്കാറില്ല. എനിക്കറിയൂടെ ഇവിടെ സൂയിൽ പോകേണ്ടതോട് സൂയിൽ പഴം തിന്നാൻ പോയിരിക്കും. സൂയിൽ എനിക്കോട് ഒരു പ്രത്യേക ടൈമിലല്ലേ മറ്റേ പഴം കൊടുക്കുള്ളൂ. ആ ടൈമിൽ പഴം തിന്നാൻ പോയിരിക്കും. കയ്യില് പഴം ഉണ്ടായിരുന്നു, അത് ആരെ കൊടുത്താന്ന് കാണുന്നില്ല. സൗകര്യമില്ല, അതല്ലേ പറഞ്ഞേ. ഓടിച്ച് പുറത്തൂടെ കയറ്റി എടുത്തോണ്ട് പോവോ? പ്രശ്നമില്ല, നമുക്ക് പ്രശ്നമില്ല. എല്ലാം എടുത്തോണ്ട് വെക്കോ? പുറത്തൂടെ എടുത്തോണ്ട് വെക്കോ? പ്രശ്നമില്ല, നമ്മളൊന്നും ചെയ്യത്തില്ല. അവന് ഇഷ്ടമായിരിക്കും ചിലപ്പോ. അവന് സൂ വരെ കൊണ്ടുപോയി കാഴ്ചയൊക്കെ കാണിച്ചുകൂടെ? എന്താ അവന് ചിലപ്പോ നിങ്ങളെ പഴയത്തിനെ കാണാൻ ഇഷ്ടമായിരിക്കും. ഞാൻ തോന്നണ പഴയ ഇത് തന്നെ ഞാൻ തോന്നുന്നു. പണ്ട് ഒരു മൊണ്ണ ഉണ്ടല്ലോ, ശംഭു കോട്ടെന്നൊക്കെ പറഞ്ഞ മൊണ്ണയൊക്കെ പെല്ലിടാ സിറ്റിയിലൊന്നും. ഞാൻ തന്നെയാണോ പോയെന്നവണല്ലേ? ആള് പറയുന്നത് സ്വന്തമായിട്ട് അറിയാം. ബ്രോ ഇനി എങ്ങനെ ഫ്രണ്ട്ലി അടിക്കും ബ്രോ? ബ്രോ എങ്ങനെ ഫ്രണ്ട്ലി അടിക്കും? ഫ്രണ്ട്ലി അവന്മാരെന്നെ പറഞ്ഞല്ല മച്ചു ഫ്രണ്ട്ലിയാന്ന്. അവന്മാരെന്നെ പറഞ്ഞല്ല ഫ്രണ്ട്ലിയാന്ന്. നീ അമ്പി കളിക്കല നീ കേട്ടാ? അമ്പി കളിക്കലടാ, അമ്പി കളിക്കല നീ. സിഐഡി ആയിട്ടുള്ള ഫ്രണ്ട്ലി അടിച്ചാ ഡ്രേക്ക് പാട്ട് പാടുന്നു പറഞ്ഞില്ലേ? കൂട്ടുകാരനൊന്നും മിണ്ടായിരുന്നോടെ? സിറ്റുവേഷൻ ഉണ്ട്, പോയിട്ട് വരാം. വള്ളി തൂങ്ങി പോടാ. അവരായിട്ട് ചിലപ്പോ മരത്തിൽ തൂങ്ങി പൊക്കളായി. എടാ അവൻ ചിലപ്പോ മരത്തിൽ തൂങ്ങി പൊക്കളായി, മരത്തിൽ തൂങ്ങി പൊക്കളായി. സ്വന്തമായിട്ടൊരു വണ്ടിയുള്ളപ്പോ നടന്നു പോകുന്നത് എന്താ മനസ്സിലാവുള്ളു? ഇത്രയും പ്രശ്നം എന്താ എനിക്ക് മനസ്സിലാവണില്ല.
ബ്രോ ബഗ്ഗായതാ അത് മനസ്സിലായി ജൂടെ കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടത് നിനക്ക് അല്ല മനസ്സിലായി ഇത്രയും പ്രശ്നം എന്താ നമ്മളല്ലേ മച്ചി ചോദിക്കുന്നത് ഇല്ലേ റേജ് പേറ്റോ ബ്രോ എന്ത് അതാരാവത്തെന്ന് അറിയാടാ അതെന്തുണ്ടാവത്തെന്ന് അറിയാം അവിടെ ഓടിപ്പോന്നേ അല്ലടാ അല്ലല്ലല്ല അതിനുള്ള ബുദ്ധി പോലും ഇല്ല അതിനുള്ള ബുദ്ധി പോലും ഇല്ല അതുകൊണ്ടല്ല നീ ഒന്ന് റേജ് പേറ്റ് ആക്കി ബ്രോ ഈ നട്ടല് ഈ റബ്ബർ നട്ടലായ കുഴപ്പമില്ല ബ്രോ മനസ്സിലായി ഇപ്പൊ കാര്യം നമുക്ക് പിടിയിട്ട് റബ്ബർ നട്ടലിന്റെ കുഴപ്പമാണ് റബ്ബല് പോലും ഇല്ല മറ്റേത് പെണ്ണന്മാരെ ഗ്യാങ് നടക്കുന്നെന്തിനാണ് വല്ല പെണ്ണായി പെണ്ണന്മാരെ ഗ്യാങ് നടക്കട്ടോ സത്യം പറയാലോ നീ കുറച്ചും കൂടെ മുടി നീട്ടി വളർത്തിയത് നട്ടാ നല്ലത്. ഉറപ്പ് വെക്കോടാ ഉറപ്പ് വെക്കോ എന്തോ ഒരു കത്തല് അതാ പറഞ്ഞേ സംഭവം തൽക്കാലത്തേക്ക് സാധനം ഊരി വെച്ചടാ അതുകൊണ്ടൊന്നും പറയത്തില്ല ശംഭുകോട്ടെ നമുക്ക് ഏകത്തില്ല അവ സർജി എവിടെയെങ്കിലും പറഞ്ഞു തരായിരിക്കും സ്കൂളിൽ പഠിക്കാൻ പോയിരിക്കുന്നത്. ശംഭുകോട്ടെ ഇവിടെ ഉള്ളവരൊക്കെ ഒറ്റടിക്ക് പോയിട്ട് സ്കൂളിൽ പഠിക്കാൻ പോയാ ശംഭു അസീം എന്തേ പഴയ വണ്ടിയൊക്കെ ശിക്ഷയൊക്കെ ഉണ്ടോ ശംഭു കേക്കാവോടാ പറഞ്ഞോ ശംഭുകോട്ടെ ശംഭു ഗോട്ടാണോ ബോട്ടാണോ എങ്ങനെയാ കറക്റ്റ് എങ്ങനെയാ? എന്തേലും ആവട്ടെ ബോട്ടോ ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ഏജ് വെയിറ്റ് ഒരു കാര്യമില്ല ഇവിടെ എന്തായാലും എടുക്കാൻ നിനക്ക് റേജ് വെയിറ്റിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാം. നീ എന്താണ് സാധാരണ എടുക്കുന്നത് അതൊന്ന് പറഞ്ഞേ കുറെ പ്രശ്നങ്ങൾ ഈ പരം പറഞ്ഞാ മതി എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി എന്താണ് എടുക്കുന്നത് എടാ നിങ്ങൾ ആലോചിക്കും ഇത്രയും നാളായിട്ട് നിങ്ങൾ കുറച്ച് തിരിച്ചു കൊടുക്കാണ്ടിരുന്നിട്ടുണ്ട് അതിന് ഫ്രണ്ട് ചോദിച്ചപ്പോഴേ മനസ്സിലായി നിനക്കൊക്കെ പേടിയാന്ന്. പിന്നെ നീ കൂടുതൽ കൊണക്കാൻ മനസ്സിലായ നീ ഫ്രണ്ട്ലി അടിച്ച് നടന്നു നിന്നെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ. എടാ നിനക്ക് എന്നാ സംസാരിക്കാൻ പറ്റില്ല ഞാൻ അറിയാൻ പറ്റും നിന്റെ ഗ്യാങ് ഉണ്ടല്ലോ ഇസത്തേട്ടി വേറും തീട്ടോ എന്നിട്ട് നിനക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ നീ ഒരു വാഴയുണ്ട ഗ്യാങ്ങിനെ പറ്റി പറഞ്ഞിട്ട് തിരിച്ചു പറയാൻ പറ്റത്തില്ലെങ്കിൽ ഇത് റേജ് വെയിറ്റ് പിടിക്കാനില്ല നിനക്ക് കഴിവില്ലാത്താണ് നിനക്ക് നിന്റെ കൂട്ടത്തിലുള്ളവന് പോയി റബ്ബർ വെക്കട പോയി റബ്ബർ വണ്ടി ശോകമായിട്ടോ മറ്റേ അല്ലാതെ പേടിയായിട്ടല്ല കേട്ടോ കേട്ടോ എടാ അപ്പളെ മനസ്സിലാവും നിന്റെ നട്ടല് വളഞ്ഞെന്ന് കേട്ടോ. എന്റെ അടുത്തൊക്കെ ആയിരുന്നു നിങ്ങൾ ഇത് പറയുന്നത് കളിയാ ഞാൻ ആ ഗ്യാങ്ങിൽ ഇറങ്ങി പോയടാ നശിച്ച് ഈ തുപ്പിതൂറിയെങ്കിലും എടാ നീ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി പോയാൽ പോലെ അറ്റ്ലീസ്റ്റ് ഒന്ന് വാതറക്കൂടാ അല്ലാതെ ഇവനെ പോലെ പെണ്ണനാവൂല ഇതിപ്പോ കൂടുള്ളമാര് സംസാരിക്കില്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായ നട്ടല് പോയിട്ട് മറ്റേ എന്താണ് കൂടെ ഉള്ളവര് പറഞ്ഞിട്ടുണ്ടാവും ആര് റേജ് വെയിറ്റ് റേജ് വെയിറ്റ് ആയ അട്ടികൊണ്ട് തൂറും നമുക്ക് ആളില്ലാത്തപ്പോ കൊണക്കാനേ പറ്റത്തുള്ളൂ. മറ്റേ ഡ്രേക്ക് എന്ന് പറയുന്ന അപ്പം മതിലിന്റെ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ഒറ്റയ്ക്ക് അവൻ കരയാൻ പോയി ഇവന്റെ കണ്ണാടി നീ കരയാണെങ്കിൽ കരഞ്ഞ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ കരയുമ്പോ നമുക്കൊരു പൊട്ടി കരഞ്ഞങ്ങ് തീർത്തോ വിഷമം അങ്ങ് തീർത്തോ കുഴപ്പമില്ല. എല്ലാം അങ്ങോട്ട് പുറത്തോട്ട് വരട്ടെ വെച്ച് ഇങ്ങനെ എല്ലാം അകത്ത് വെക്കാനുള്ള സാധനമല്ല പുറത്തോട്ട് ഇടാനും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിനെന്തേലും വേണം പുറത്തോട്ട് ഇടാനായിട്ട് മനസ്സിലായോ അതിനൊക്കെ ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ നീ ഒന്നും മിണ്ടാത്തത്. എടാ അത് ഡ്രേക്ക് അടിച്ചോണ്ടോ അവനില്ലാത്തോണ്ട് ബ്രോ നമ്മൾ ഈ കത്തലിന്റെ ഇതിലാണ് നിക്കുന്നത് അറ്റ്ലീസ്റ്റ് വായെങ്കിലും തുറക്കാനുള്ള മാന്യത കാണിക്കണം. പറഞ്ഞോ സംസാരിക്കാം എന്താണ് സംസാരിക്കുന്നത് ഞാൻ നിങ്ങൾ ഇത്രയും പേര് കൂടിയിക്കല്ലേ ഞാൻ ഇത്ര സംസാരിക്കാനുള്ളത് നിങ്ങൾ പറഞ്ഞോ. അപ്പൊ ഇത്രയും പേര് കൂടിയിരിക്കുമ്പോ ബുദ്ധിമുട്ടാണല്ലേ സംസാരിക്കാൻ? ബുദ്ധിമുട്ടല്ല പറഞ്ഞോ സംസാരിച്ചോ. അവൻ സംസാരിക്കൂല അല്ലെങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ എനിക്ക് അടിയിട്ടുന്ന എനിക്ക് ഉറപ്പല്ല ഇത്രയും പേര് നിൽക്കുമല്ലേ. അയ്യോ ഇത്രയും പേര് അല്ലടാ നീ ഒറ്റയ്ക്കല്ല നിന്റെ 30 പേര് ഇവിടെ നിന്ന് കൊണച്ചാല് 30 ഒറ്റയ്ക്ക് നിൽക്കുന്നോണ്ടല്ല നീ 30 പേരായിട്ട് വന്ന് കൊണച്ചാല് ഇതേ അടി തന്നെ കൊള്ളാൻ പോകുന്നത്
അതുകൊണ്ട് നീ വലിയ സംസാരം വേണ്ട. ഒരു മടുത്തില്ലേടാ നിനക്ക് ഫ്രണ്ട്ലി അടിക്കാനാ പറഞ്ഞിട്ട് മനസ്സിലായി നീ genuine ഇവിടെ friendly ആക്കിട്ട് അടിപ്പോ. ഒറ്റയ്ക്ക് ഓടി പോയില്ലോടാ. പോയി വല്ല ഫ്രണ്ട് ഡ്രേക്ക് ഇവരെ സാമാനം എടുത്തോണ്ട് ഓടി. അവന് സംസാരം കേട്ടെടുക്കാൻ പറ്റൂലെന്ന്. അല്ല ഇവിടെ ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് കൊണക്കണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചുമ്മാ ഒരു രസം എല്ലാം നിന്നെ അറിയിക്കണോ എല്ലാം നിന്നെ അറിയിക്കണോ നീ ആണേ കാണുമ്പോ നമ്മൾ സംസാരിക്കാൻ വന്നതാ. അല്ല കൊരങ്ങന്മാരാരാ? നിന്നെ കണ്ടപ്പോ ഒരു കൊരകനായിട്ട് തോന്നി അതുകൊണ്ട് കുറച്ചു. നിനക്ക് വിഷമമുണ്ടോ എന്നാൽ മാറിയിരുന്ന് കരഞ്ഞോ? സൂത്തേട്ടിയില് കൊരങ്ങന്മാരെല്ല വളർത്തു പിന്നെ മനുഷ്യരെ വളർത്തു. ആടിനെ കയറി കുരങ്ങാന്ന് വിളിക്കല്ലേ, മോശമാണ്. ആടിനെ കുരങ്ങാന്ന് ശരിയാന്ന് ആടാന്ന് ശംഭുവാണ് പട്ടിയാക്കുന്ന കാലം. അപ്പൊ ഇവൻ ശരിക്കും പട്ടിയാണോ? ഈ സീസൺ കഴിഞ്ഞ് ഞാൻ പോണേണ്. ബൈ. അല്ല അപ്പൊ ബ്രോയാണ് ഈ ആടിനെ പട്ടിയാക്കുന്നത്. അപ്പൊ ബ്രോ പട്ടി ആ പട്ടി ബ്രോയാണോ? പോയിട്ട് സംസാരിച്ചു. എങ്ങോട്ട് നമ്മൾ സംസാരിച്ച് തീർന്നില്ലല്ലോ. എങ്ങനെയാണ് വള്ളി ക്യാൻസലോട്ട്? നീ ഇപ്പൊ എങ്ങനെയാ വള്ളി തൂങ്ങി പോവോ മരത്തിൽ ചാടി പോവോ എങ്ങനെയാന്ന് ഇവിടുന്ന്? അല്ല നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. നടന്നു പോകാനുള്ള ദൂരം കൊരങ്ങന്മാര് നടക്കുവോ? ചാടിച്ചാടിയല്ലേ പോവാറ്? ഈ കാട്ടിക്കൂടെ നടക്കാം. വള്ളി തൂങ്ങി കുറച്ചെങ്കിലും ബുദ്ധി പെട്ടെന്ന് ഈ കാട്ടിക്കൂടെ നടക്കാൻ എനിക്ക് ഹലോ റേഡിയോ കേക്കാവോ? ഹലോ പേരെന്താ? ഡ്രസ് വെച്ചേ. നീ ഉള്ളതാണ് ഈ സീത കൊരങ്ങനായിരിക്കും പറയാൻ പറ്റില്ല. ഇത് വേറെ പയ്യെ. ഇവനെ വേണമെങ്കിൽ കൊല്ല. അപ്പോൾ വേറെ ഗാങ്ങിലുള്ളതാ. അവനെയും പിടിക്കാൻ വേണമെങ്കിൽ. ഇവന് ഓടി പക്ഷെ എന്റെ വള്ളി തൂങ്ങിയൊക്കെ പോയടാ ക്യാൻസലോട്ട്. ഇവൻ കാട്ടിക്കൂടെ ഇറങ്ങി ഓടി. ഇറങ്ങി ഓടുന്നതോ ചാട്ടി ഓടുന്നവൻ.